ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണിയാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ ബിരിയാണി വെച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വെച്ചതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതേപോലെ വളരെ ടേസ്റ്റിയുമാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ എളുപ്പമാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണ്. കുക്കറിലാണ് ഞാൻ ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരി, നമുക്കിനി ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അരച്ചെടുക്കാനുണ്ട്. അതിനായി ഞാനിവിടെ 5 വറ്റൽമുളക്, 1 ടീസ്പൂൺ ജീരകം, 8 ഏലക്ക, 10 ഗ്രാമ്പു, 1 ബേ ലീഫ്, 1 സ്റ്റാർ അനീസ്, ഒരു 3 കഷ്ണം പട്ട, 1.5 ടീസ്പൂൺ മല്ലി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് വലിയ പച്ചമുളക് 3 എണ്ണം, 1 പിടി മല്ലിയില, കുറച്ച് പുതിന, ഈ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുകളിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മസാല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി കൈമ റൈസ് ആണ്. 3 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. തമിഴ്നാട് ബിരിയാണിക്ക് അവർ യൂസ് ചെയ്യുന്നത് ജീരക സാമ്പാർ റൈസാണ്. നിങ്ങൾക്ക് അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അരി കുതിർത്തി വാലാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകി നമുക്ക് അപ്പം തന്നെ ഡയറക്റ്റ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണി കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ബസ്മതി റൈസ് ഒന്നും ചേർക്കരുത്. ബസ്മതി റൈസ് വെന്ത് പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഈ അരി മസാലയിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാനുണ്ട്. 3 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 4.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. കുക്കറിലായതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്ക് നമുക്ക് ആവശ്യമില്ല. എപ്പോഴും 1 ഗ്ലാസ് വെള്ളം കുറച്ചെടുക്കുക. ചിക്കനും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം ചേർക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിന്നാലാണ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ചെറിയ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു വിസിലിന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ ഒരു റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ വെച്ച് തണുപ്പിച്ച് വിസിൽ കളഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിണ്ടിഗൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെച്ച് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ആ കുഴഞ്ഞിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. എപ്പോഴും നമ്മൾ തലശ്ശേരി ബിരിയാണി
മലബാർ ദം ബിരിയാണിയൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഒരു ദിവസം ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.